സർ, നിലമ്പൂർ വോട്ടെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് കേരളം. കാരണം ഉപതെരഞ്ഞെടുപ്പാണെങ്കിലും ഒരുപക്ഷെ നിലമ്പൂരിൻ്റെ വിധി അത് ഒരുപക്ഷെ അടുത്ത സംസ്ഥാനം ഇനി ആര് ഭരിക്കും എന്നുള്ളത് കൂടിയാണ് ഉന്നം വയ്ക്കുന്നത്. അങ്ങനെയെങ്കിൽ എൽ ഡി എഫിന് അത് എതിരായിട്ടാണ് ആ വിധി വരുന്നതെങ്കിൽ ഇനി എൽ ഡി എഫിൻ്റെ ഭാവി എന്തായിരിക്കും? ഈ കേരളം ഭരിക്കാൻ യു ഡി എഫിന് കഴിയും, യു ഡി എഫിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ ദൂരം കുറയുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണിപ്പോൾ നിലമ്പൂരിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ യു ഡി എഫിന് ഉറച്ച വിശ്വാസമായി കഴിഞ്ഞു വിജയം. പക്ഷേ എൽ ഡി എഫ് ക്യാമ്പുകളിൽ ഒരു മ്ലാനത നിൽക്കുന്നുണ്ട്. കാരണം അൻവർ തുടക്കത്തിൽ കണ്ട അൻവർ അല്ല, അവസാനം ഇതിലെത്തിക്കഴിഞ്ഞപ്പോൾ അൻവർ അങ്ങ് മാറി. അവിടെ അൻവർ മാത്രമാണ് ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തത്, അറിയാമോ? അവിടെ അനുഭവപ്പെടുന്ന പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് വന്യമൃഗ ശല്യമാണ്. മനുഷ്യരുടെ ജീവൻ വരെ പോകുന്നു. കൃഷിനാശം മാത്രമല്ല, കൃഷിനാശം പണ്ടേ ഉണ്ട്. അല്ല, ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ തന്നെ ഒരു പന്നിയുടെ ഇതിൽ പന്നിക്കണിയിൽ ഒരു കുട്ടി മരിച്ചിരുന്നല്ലോ, ഒരു യുവാവ്. അപ്പൊ അങ്ങനെ നിരന്തരമായിട്ട് മനുഷ്യജീവൻ തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അൻവറിന് മാത്രമാണ് അവിടെ വിളിച്ചു പറയാൻ കഴിയുന്നത്. ബാക്കി എല്ലാവരും ഇറാൻ, ഇസ്രായേൽ, പാകിസ്ഥാൻ, പഹൽഗാം ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരെയൊക്കെ എന്ത് ചെയ്യണമെന്നറിയാമോ? നല്ല ഒന്നാന്തരം ചാട്ടവാറിന് അടി കൊടുക്കുകയാണ് വേണ്ടത്. ജനങ്ങളുടെ പ്രശ്നങ്ങളല്ല പറയുന്നത്. വാരിയം കുമ്പന് ഇതാണോ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന രീതി? അവിടുത്തെ ജനകീയ പ്രശ്നങ്ങളിലേക്ക് 130 ദിവസമായല്ലോ സെക്രട്ടേറിയറ്റിന് നടയിൽ ആശാവർക്കർമാർ കിടക്കുന്നു. ഈ മഴയും വെയിലും മുഴുവൻ കൊണ്ട് കിടക്കുകയാണല്ലോ. അവർക്ക് 10 രൂപ കൂട്ടിക്കൊടുക്കുന്ന കാര്യത്തിന് അത് സംസാരമില്ല. ഗാസയിൽ പിടഞ്ഞു വീഴുന്നു, അവിടെ അങ്ങനെയാണ്. ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ കൊടുക്കരുതെന്ന് MA ബേബി നരേന്ദ്രമോദിയെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നു. ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ അൻവർ ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അൻവർ അവസാനം എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല ടോപ്പ് ഗിയറിലങ്ങ് കയറി അൻവർ. തുടക്കത്തിൽ എല്ലാവരും പറഞ്ഞു, ഒരു 2000 അൻവറിന് അത്രയൊന്നും വോട്ട് കാണിക്കത്തില്ല, അൻവർ അഹങ്കാരിയാണ്, അത് വേറെ കാര്യം, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, അൻവറിന് കിട്ടുന്ന വോട്ടുകൾ ഈ ഭരണവിരുദ്ധ വികാരത്തിന് കിട്ടുന്ന വോട്ട് കൂടിയാണ്. അത് രണ്ടായിട്ട് പോകും. പിണറായിക്കെതിരെയും ഭരണവിരുദ്ധ വികാരത്തിനുള്ള വോട്ട് UDF-ലേക്കും പോകും, അൻവറിനും പോകും. അപ്പൊ അൻവർ എത്ര വോട്ട് പിടിക്കുന്നോ അത് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് രണ്ട് മുന്നണികൾക്കും. LDF-ന് കനത്ത തോൽവിയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ കണക്കുകൂട്ടലിൽ പറയുന്നത് ഷൗക്കത്തിൻ്റെ വിജയമാണ്. ഈ സാറ്റലൈറ്റ് ചാനലുകളൊന്നും സർവേ ഫലം നടത്തിയിട്ടില്ല, പുറത്തുവിട്ടിട്ടില്ല. CPM-നെതിരാണ്, CPM-നെ താങ്ങി നിൽക്കുന്നവരാണ് അത്, അതുകൊണ്ടാണ് അവർ പുറത്തുവിടാത്തത്. അപ്പോൾ അങ്ങനെ ഈ ഇത്തരത്തില് രാഷ്ട്രീയ നിരീക്ഷകരുടെ കണക്കുകൂട്ടൽ ഒരു 15,000 20,000-നും അകത്താണ്. UDF ക്യാമ്പുകളിൽ ഉറച്ച വിശ്വാസമുണ്ട്. കാരണം ഇതിനകത്ത് നിശബ്ദമായി നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് UDF-ലെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗാണ്. അവർക്ക് എങ്ങനെയെങ്കിലും നിലമ്പൂർ പിടിച്ചെടുക്കണം. കാരണം ആ പിടിച്ചെടുത്ത് കഴിയുമ്പോൾ കേരളത്തിൽ ഒരു തരംഗം, UDF തരംഗം വ്യാപിക്കും. അത് 2026 നേട്ടമുണ്ടാകും. കാരണം ലീഗ് ഇപ്പോൾ അധ്വാനിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ്സുകാർക്ക് വലിയ പണിയൊന്നുമില്ലായിരുന്നു നിലമ്പൂരിൽ. ഇനിയിപ്പോൾ UDF-ന്റെ വിജയം ഉണ്ടായി കഴിയുമ്പോൾ LDF-ൽ നിന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും കൂടെ വരികയാണ്. LDF-ന് ചെറിയ ക്ഷീണം അനുഭവപ്പെടാൻ തുടങ്ങും. 2026 ഭരണം ആരിലേക്ക് പോകുന്നുവോ അതിനനുസരിച്ചുള്ള ചാഞ്ചാട്ടം ഘടകകക്ഷികളിൽ ഉണ്ടാകും. LDF-നകത്ത് കുറച്ച് ഘടകകക്ഷികളുണ്ട് കേട്ടോ, ഒറ്റയാൾ പട്ടാളമായിട്ട്. ഈ ഒറ്റയാൾ പട്ടാളങ്ങളെയൊക്കെ CPM വിഴുങ്ങാൻ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പൊ ജനാധിപത്യ കേരള കോൺഗ്രസ് തന്നെ ഉദാഹരണം. അത് തിരുവനന്തപുരം മണ്ഡലമാണ് ജനാധിപത്യ കേരള കോൺഗ്രസിന് കൊടുത്തിരിക്കുന്നത്. അതായത് ആന്റണി രാജു ഒരാളെ ഉള്ളൂ. ആന്റണി രാജുവിന് മന്ത്രിയുമായി 2.5 വർഷം, ലോട്ടറി അടിച്ച പോലെ. ഇനി ആന്റണി രാജു മന്ത്രിയല്ല, MLA പോലും ആകത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. MLA മാത്രമല്ല, തിരുവനന്തപുരത്തെ ഒരു കൗൺസിലർ പോലും ആകത്തില്ല. ജനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള തൃപ്തിയും ഇല്ലെന്നുള്ളതാണ്. ഗതാഗത വകുപ്പും കൊണ്ടുപോയി തൊലച്ചു. അപ്പൊ ആന്റണി രാജു വരില്ല. ഈ മണ്ഡലം പ്രധാനമായിട്ടും
തിരുവനന്തപുരം മണ്ഡലം നോക്കിയിട്ടിരിക്കുന്ന UDF നിന്ന് CMPക്ക് കൊടുക്കുമെന്നാണ് അറിയുന്നത്. CMPക്ക് കൊടുത്താൽ അത് CPI തന്നെ മത്സരിക്കും. BJPയുടെ കൃഷ്ണകുമാറാണ് നോട്ടം ഇട്ടിരിക്കുന്നത്. കൃഷ്ണകുമാർ നല്ല മുന്നേറ്റം കുറിച്ചതാണ് കഴിഞ്ഞ തവണത്തെ 2021. അന്ന് കൃഷ്ണകുമാറും കോൺഗ്രസിൽ നിന്ന് ശിവകുമാറും പിന്നീട് ആന്റണി രാജുവും കൂടെ ആയിരുന്നു. ശിവകുമാർ മിക്കവാറും BJPയിലേക്ക് വരും അധികം വൈകാതെ തന്നെ. അത് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ജനാധിപത്യ കേരള കോൺഗ്രസ് അപ്പോൾ ഇതെന്ത് ചെയ്യും? ഈ മണ്ഡലം, തിരുവനന്തപുരം മണ്ഡലം പണ്ട് വെസ്റ്റായിരുന്നു. അന്ന് MP രാഘവനൊക്കെ ജയിച്ചിട്ടുണ്ട്. അത് CPM അങ്ങ് ഏറ്റെടുക്കും. CPMന് ഈ ഘടകകക്ഷികളെ വിഴുങ്ങുന്ന ഒരു സ്വഭാവമുണ്ട്. ജനാധിപത്യ മര്യാദകേട് കാണിക്കും. ഇപ്പൊ നോക്കി, കടന്നപ്പള്ളി രാമേന്ദ്രൻ കോൺഗ്രസ് ആണ്, ഒറ്റയാൾപ്പെട്ട ആളാണ്, വേറെ ആരുമില്ല അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ എന്തെങ്കിലും മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ചെന്നിട്ട് വേണം കസേരയൊക്കെ പിടിച്ചിട്ടിട്ട് തുടങ്ങാൻ. അങ്ങനെയാണ് തമാശ പറയാറുള്ളത്. അദ്ദേഹം പ്രായമൊക്കെ ആയി. ആ മണ്ഡലവും CPM പിടിച്ചെടുക്കും. പിന്നെ അതിലൊക്കെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വേണേൽ ഇപ്പുറത്തോട്ട് ചേക്കേറും. ഇപ്പുറത്തോട്ട് വരാനൊന്നും ആരും അറിയപ്പെടുന്നതില്ല. അദ്ദേഹവും ഇപ്പം മന്ത്രിയാണല്ലോ. അപ്പോൾ അത് പിന്നെ ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വരാൻ സാധ്യതയില്ല. അദ്ദേഹത്തിന് അങ്ങനെ മന്ത്രിപദമൊന്നും വേണമെന്നില്ല. പിന്നെ ഏത് മുന്നണിയിൽ വന്നാലും പത്തനാപുരത്ത് നിന്ന് ഗണേഷ് വിജയിക്കുമെന്നുള്ളത് ഉറപ്പാണ്. പിന്നെ നമുക്ക് പ്രധാനമായിട്ട് ഇപ്പുറത്തേക്ക് അധികാരം അങ്ങനെ ഇല്ലാതെ ഇരിക്കാൻ പറ്റത്തില്ല. അത് നമ്മുടെ കേരള കോൺഗ്രസ്, നമ്മുടെ മാണിക്കുഞ്ഞാണ്. നമ്മുടെ കുഞ്ഞുമാണിക്ക് അധികാരം വേണം. കുഞ്ഞുമാണി ഇപ്പുറത്തേക്ക് വരും. കുഞ്ഞുമാണി ഇപ്പുറത്തേക്ക് വരണോ ഇല്ലയോ എന്ന് തീർച്ചപ്പെടുത്തുന്നത് കുഞ്ഞുമാണി എന്ന് പറയുന്നത് ജോസ് കെ മാണി, മാണിയുടെ മകൻ. ജോസ് കെ മാണി ഒറ്റയ്ക്കുള്ള തീരുമാനമല്ല, അത് പള്ളിക്കാരും പട്ടക്കാരും തീർച്ചപ്പെടുത്തണം. കാരണം പള്ളിക്കാർ കൂടുതലായിട്ടുള്ളത് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ജോസ് കെ മാണി വിഭാഗമാണ്. ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റുണ്ട്. അത് UDFൽ ഉണ്ടായിരുന്നപ്പോഴും ഉണ്ട്. അവിടെ നിന്ന് LDFൽ പോയപ്പോൾ അത് അവിടെ കൊടുത്തിട്ട് പോന്നു. തിരിച്ച് പാലയിൽ CPM സുന്ദരമായിട്ട് തോപ്പിച്ചു. CPM തോപ്പിച്ചതാണ്. CPMൽ വന്ന് നിന്നിട്ടും എന്തുകൊണ്ട് തോപ്പിച്ചു എന്ന് വെച്ചാൽ ജോസ് കെ മാണി ബാർഗെയിൻ ചെയ്യുന്നതിൽ വലിയ മിടുക്കനാണ്. തൻ്റെ അച്ഛൻ്റെ വകുപ്പ് ചോദിച്ചു കളയും, ധനകാര്യം വരെ ചോദിക്കും. അതുകൊണ്ടാണ് ബോധപൂർവം തോപ്പിച്ചത്. അവിടെ ഇപ്പോൾ മാണി സി കാപ്പൻ മാറിക്കൊടുക്കത്തില്ല. അപ്പം ലീഗ് അതിൻ്റെ തന്ത്രങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട്. ജോസ് കെ മാണി ഇപ്പുറത്ത് കൊണ്ടുവരാൻ. ജോസ് കെ മാണി വിഭാഗത്തെ ഇപ്പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വലിയ നേട്ടം ഉണ്ടാകും. ക്രൈസ്തവരുടെ വോട്ട് സെൻട്രൽ ട്രാവൻകൂറിൽ നിന്ന് പിടിക്കാൻ സാധിക്കും. പക്ഷേ മിക്കവാറും അവിടെ വെച്ച് കേരള കോൺഗ്രസ് പിളരാനുള്ള സാധ്യതയുമുണ്ട്. കാരണം ഈ റോഷി അഗസ്റ്റിൻ പിണറായി വിജയൻ്റെ ഗുഡ് ബുക്കിലാണ്. അതുകൊണ്ട് പിളർപ്പ് ഉണ്ടാകാം. പിന്നെ കേരള കോൺഗ്രസ് അല്ലേ, പിളരാതിരിക്കാൻ എനിക്കാവതില്ല എന്നേ ഉള്ളൂ. പിളർന്നിരിക്കും. അത് വലിയ അതിശയത്തോടോ അത്ഭുതത്തോടോ ഒന്നും നമ്മൾ കാണേണ്ട കാര്യമില്ല. അപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നത് കേരള രാഷ്ട്രീയത്തിലെ ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങളായിരിക്കുമെന്നുള്ള ഉറപ്പാണ്. ഇതിങ്ങനെ പോകും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരു ചിത്രം ഒന്നും കൂടി വ്യക്തമാക്കും. UDF തരംഗമുണ്ടോ? UDF തരംഗം ഉണ്ടാവുമ്പോഴും അതിനിടയിലൂടെ ഒരു പ്രതിപക്ഷ സ്ഥാനത്തേക്ക് BJP നുഴഞ്ഞു കയറിയാൽ BJP ഇവിടെ സീറ്റ് പിടിക്കുമല്ലോ. നിയമസഭാ സീറ്റ് 11 ഉറപ്പായിട്ടും പിടിക്കും എന്നാണ് പറയുന്നത്. BJPക്ക് ഒരു വലിയ മാസ്റ്റർ പ്ലാൻ ഉണ്ട്. ഇപ്പൊ ഇവിടെ നിലമ്പൂരിൽ അവർക്ക് വലിയ കണക്കുകൂട്ടലില്ല. കാരണം നിലമ്പൂരിൽ എന്ന് പറയുന്നത് അവിടെ ഒരു 8500 വോട്ട് പഴയതുണ്ട്, അത് നിലനിർത്തും, അത്രയേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഈ ഫലം വന്നു കഴിയുമ്പോൾ മുന്നണിക്കകത്തൊരു വലിയ മാറ്റം തന്നെ സംഭവിക്കും.